Hello everyone. Today we are going to have a very brief session in the paper Indian Writing in English of the Sri Narayana Guru Open University students in the first semester MA English Language and Literature ഒരു പേപ്പറാണ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അതിൽ കൊറോമാൻറ്റൽ ഫിഷേഴ്സ് എന്ന് പറയുന്ന സരോജിനി നായിഡുയുടെ പോമാണ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. As you know, Sarojini Naidu, who is very popularly known as the Nightingale of India, നമുക്ക് വളരെ സുപരിചിതമായ ഒരു വിശേഷണമാണ് സരോജിനി നായിഡുവെ കുറിച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ഒരാൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഷീ ഈസ് ഒബ്വിയസ്ലി ദ നൈറ്റിംഗെയിൽ ഓഫ് ഇന്ത്യ ആൻഡ് ഷീ വാസ് ബോൺ ഇൻ 1879 ജനനം ആൻഡ് ഷീ പാസ്ഡ് അവേ in the year 1949, March 2nd. She is someone who has been entitled with great many positions in India. She was the first woman to become the president of Indian National Congress. അതേപോലെ ഉത്തർപ്രദേശിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായിട്ട് അവർ സ്ഥാനമേറ്റിട്ടുണ്ടായിരുന്നത്. സോ ഷീ ഹാസ് ബീൻ a pioneer for the women of India in many fields. Exactly. Coromandel fishers, as the name itself suggests, we will have a very short look into what Coromandel is. Coromandel എന്ന് പറയുന്നത് ഒരു സൗത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ ഒരു കോസ്റ്റൽ റീജിയനാണ് കൊറോമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാരിടൈം കൾച്ചറിനൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ റീജിയനാണ് കൊറോമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. And you know that she was born in Sarojini Naidu was born in Hyderabad. അപ്പോൾ അവരുടെ ഒരു ലൈഫും അവരുടെ ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് ഹിയർ that might have influenced her to write this poem actually. Coromandel coast ആണ് അതിൻ്റെ setting, which is in south eastern India. And the poem is actually dealing with, or it gives us a clear picture of the lifestyle of the fishing communities who rely on the traditional boats or the catamarans and the nets. നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക സംവിധാനങ്ങളോട് കൂടിയൊന്നും അല്ല they are doing this job. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മൾ മലയാളികൾ തോണി എന്ന് പറയുന്ന രണ്ട് തോണി ഒന്നിച്ച് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാറ്റമറൻ എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ ഫിഷിംഗ് ബോട്ടിൽ വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സൊക്കെ വെച്ചിട്ട് അവരുടെ ഉപജീവന മാർഗം തേടി പോകുന്ന ഒരു പറ്റം ഫിഷർമെന്നെയാണ് യു ആർ ഗോയിങ് ടു സീ ഹിയർ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഡീപ്പ് കണക്ഷൻ ബിറ്റ്വീൻ ദ ഫിഷർമെൻ ആൻഡ് ദ സീ, ഹൈലൈറ്റിംഗ് ദെയർ റെസിലിയൻസ് ആൻഡ് യൂണിറ്റി. So there is, man cannot be taken away from nature, and it is the responsibility of man not to destroy nature. Nature, how important it is and how we are linked to. പ്രകൃതിയോട് നമ്മൾ എത്രമാത്രം കണക്റ്റഡ് ആണ് എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്ന ഏറ്റവും വളരെ വിവിഡായിട്ടുള്ള ഡെപ്പിക്ഷൻസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു പോമാണ് കൊറോമാൻഡൽ ഫിഷേഴ്സ്. And അവരുടെ, as I have told you earlier, her upbringing in Hyderabad and her education in England, it have influenced definitely her in order to represent her own country through the language of the British people in such a beautiful manner. അവരുടെ തനതായ രീതിയിൽ this poem is actually depicting the life of the commonest of the common people in India. 3 സ്റ്റാൻസകളാണ് ഈ പോമിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോമാണ്. ഫസ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് കാണാം, റൈസ് ബ്രദേഴ്സ് റൈസ് എന്ന് പറഞ്ഞിട്ടാണ് ആ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇറ്റ് ഈസ് എ കോൾ, യു ഹാവ് ടു റീഡ് ദ പോം, ഓക്കെ. ഇറ്റ് ഈസ് എ കോൾ ഫിഷർമെന്നിനുള്ള ഇൻ ഓർഡർ ടു റൈസ് അപ്പ് ആൻഡ് ഗോ ടു ദെയർ ജോബ്. സോ യു കുഡ് സീ ദാറ്റ് and they are being called in order to, they are being called for their work. അവരെ വിളിക്കുകയാണ്. The skies pray to the morning light, the wind lies asleep in the arms of the dawn like a child that has cried all night.
Come, let us gather our nets from the shore and set our catamarans free to capture the leaping wealth of the tide, for we are the kings of the sea. So, here in this first stanza, you could see that the fishermen, they are urged to rise and prepare their catamarans. എല്ലാവരും എഴുന്നേറ്റ് നിങ്ങളുടെ കാറ്റമറൻസ് ഒക്കെ റെഡിയായി നിന്നോളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പോകണം, നമ്മളുടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വി ആർ മൂവിങ്. സോ ദ സ്കൈ ഇറ്റ് സെൽഫ്, അവിടെ യു ക്യാൻ സീ ദാറ്റ് സ്കൈ തന്നെ എന്ത് ചെയ്യാണ്, പ്രേ ചെയ്യാണ് ടു ദ മോർണിംഗ് ലൈറ്റ്, ആൻഡ് ദ വിൻഡ് ലൈസ് എ സ്ലീപ്പ് ലൈക്ക് എ ചൈൽഡ്. യു കനോട്ട് സീ ഈ നേച്ചറിലുള്ള ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് ദ വേ ഇൻ വിച്ച് ദേ ആർ ഗോയിങ് ഇൻ ടു ദ സീ. എല്ലാവരും കടലിലേക്ക് പോകുമ്പോൾ കാറ്റും പ്രകൃതിയും എല്ലാം അവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ക്യാച്ച് ഫോർ ദ ഫിഷർമാൻ. അവർക്ക് നന്നായിട്ട് നല്ലൊരു ക്യാച്ച് കിട്ടിയിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. സോ ദ സ്കൈ ഇറ്റ് സെൽഫ് ഇസ് പ്രേയിങ് ഫോർ ദെം ആൻഡ് എവറിത്തിങ് ഈസ് എ സ്ലീപ്പ്, ഈവൻ ദ നേച്ചർ ഈസ് എ സ്ലീപ്പ്. ആ ഒരു മൊമെൻറ്റിലാണ് ഏർലി ഇൻ ദ മോർണിംഗ് ദേ ആർ ഗോയിങ് ടു ദ സീ. ദ ടോൺ ഇറ്റ് സെൽഫ് യു കുഡ് സീ ദാറ്റ് വളരെ ഇൻസ്പിറേഷണൽ ആൻഡ് എനർജറ്റിക് ആണ്. നോ വൺ ഇസ്, ആ കോളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ സീ ദ പോസിറ്റീവ് നോട്ട്. നോ വൺ ഇസ് എന്താ lazy or anything in order to go to work. It is calling for the action. And the awakening of nature signifies the start of the fishermen's daily labor. So this is something that they have been doing daily, or daily basis la avaru cheyyunnadana. So this is the call in order to do their daily labor. Second stanza il namakku കാണാം, no longer delay enna പറയുന്നത്. ഇനി വൈകിക്കാൻ സമയമില്ല, we have to very fastly move on. പിന്നീട് നെക്സ്റ്റ് ലൈനിൽ യു കുഡ് സീ ദാറ്റ് പോയിട്ട് പറയുന്നുണ്ട്, സീ ഈസ് ആ മദർ, ക്ലൗഡ് ഈസ് ആ ബ്രദർ, വേവ്സ് ആർ ആ കോംറേഡ്സ്. ദർ ഈസ് എ വൺനെസ് ദറ്റ് യു ഫീൽ ബിറ്റ്വീൻ ഓൾ ദീസ് എലിമെൻറ്റ്സ് ഓർ ഓൾ ദീസ് ഫോഴ്സസ് ഓഫ് ദ നേച്ചറിലുള്ള എല്ലാ ഫോഴ്സസും നമ്മളുമായിട്ട് റിലേറ്റഡ് ആണ്. വി ആർ വൺ വിത്ത് നേച്ചർ എന്നുള്ളൊരു ഫീലിംഗ് യു കുഡ് ഗെറ്റ് ഓവർ ദെയർ ഇൻ ദോസ് ലൈൻസ്. ആൻഡ് ഈവൻ ദ സീഗൾ ഇസ് എന്താണ് calling us, we can എന്താണ് follow the seagull into the sea എന്നാണ് പറയുന്നത്. And the poet is asking, what do we toss at the fall of the sun where the hand of the sea god drives? He who holds the storm by the hair will hide in his breast our lives. നമ്മൾ മലയാളികളൊക്കെ കടലമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്കല്ലേ. സോ ദ ഗോഡ് ഓഫ് ദ സീസ്, സീ ഗോഡ് വിൽ പ്രൊട്ടക്റ്റ് അസ്. അതിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ ലൈഫ്സിനത് this God is going to protect very close to his heart. So we don't have to worry, we have to just follow the seagull's call. So what all dangers, we know that കടൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഇത്ര ഡേഞ്ചറസ് ആണെങ്കിലും fishermen are fearless, they are very brave men, and we can see that എന്താണ്, they trust in the divine protection. ദൈവികമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷനിൽ വിശ്വസിച്ചുകൊണ്ടാണ് they are moving into the sea. And സീ ഗോഡിനെ അവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം as holding the storm by the hair, symbolizing control over nature's fury. The sea god, it can hold the storm. അതിന് കൊടുങ്കാറ്റിനെ പോലും സീ ഗോഡിനെ അവൻ്റെ ഹെയറിൽ ഒതുക്കി നിർത്താനായിട്ട് പറ്റും. അത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ആക്ച്വലി how the God can control the nature's fury, and we will always have the divine protection. നമുക്ക് ദൈവികമായിട്ടുള്ളൊരു സംരക്ഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. And that is the positive energy that is moving them forward. Third stanza goes like this. Sweet is the shade of the coconut glade and the scent of the mango grove, and sweet are the sands at the full of the moon with the sound of the voices we love. But sweeter, O brothers, the kiss of the spray and the dance of the wild form's glee. Row, brothers, row to the edge of the verge where the low sky mates with the sea. So here the poet who's ആക്ച്വലി കോളിങ് ദ ഫിഷർമെൻ അല്ലേ. അവിടെ ഫിഷർമെന്നിന് വേണ്ടിയിട്ടുള്ളൊരു കോളാണ് നമ്മളവിടെ കാണുന്നത്. അതിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട്. കോക്കനട്ട് ഗ്രോവ്സിൻ്റെ ഷെയ്ഡ്, മാംഗോ ട്രീസിൻ്റെ സെൻറ്റ്, ലാൻഡിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, സീയിലുള്ളതല്ല. ഇതൊക്കെ വളരെ സ്വീറ്റാണ്. എന്നാലും ദ ത്രിൽ ദാറ്റ് ദ സീ ഈസ് ഗോയിങ് ടു ഗിവ് അസ്, കടൽ നമുക്ക് തരാനായിട്ട് പോകുന്ന
that thrill, that adventure, that is much sweeter than whatever things we could enjoy very calmly in the land. So we are all set already in order to go into the sea. ഇപ്പോൾ ഫിഷർമെൻ ആർ ഏർജ്ഡ് ടു, അവരോട് പറയുകയാണ് ഹൊറൈസൺ വരെ. ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേർ ദ സീ, വെർ വി ഫീൽ ലൈക്ക് ആക്ച്വലി the sea and the sky actually meets, or the end of the world. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. It is only in our imaginations actually the horizon exist, or the ചക്രവാളം എന്ന് പറയുന്നത്. സോ ആ അറ്റം വരെ നമ്മൾ എന്ത് ചെയ്യാണ്? റോ ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെ സിംബലൈസ് ചെയ്യുന്നത് അഡ്വെഞ്ചർ തന്നെയാണ്. സീ ജേർണി ഇസ് ഓൾവേസ് എൻ അഡ്വെഞ്ചർ. ഈവൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ കാലഘട്ടത്തിൽ പോലും അത് നമുക്കൊരു വലിയ അഡ്വെഞ്ചർ തന്നെയാണ് അല്ലേ. സോ ദ കിസ് ഓഫ് ദ സ്പ്രേ ആൻഡ് ദ ഡാൻസ് ഓഫ് ദ വൈൽഡ് ഫോംസ് ഗ്ലീ ഇവോക്ക് ദ സെൻസറി എക്സ്പീരിയൻസ് ഓഫ് ദ സീ. ഹിയർ യു കുഡ് സീ ദാറ്റ് എന്താണ് വാട്ട് ഹ്യൂമൻ ബീങ്സ് ഫീൽ ലൈക്ക്. ആ ഒരു സെൻസറി എക്സ്പീരിയൻസസിനെ നമ്മൾ സീയുടെ എക്സ്പീരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്യണം. ഓർ ദ കിസ് ഓഫ് ദ സ്പ്രേ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ടൈഡ് വരുന്ന സമയത്ത് ഹൗ ഇറ്റ് ഈസ് ടച്ചിങ് ദ പീപ്പിൾസ് ഫേസസ്, അല്ലെ വെള്ളം നമ്മളുടെ മുഖത്തേക്ക് അടിക്കുന്നത്. ആൻഡ് ഈ തിരമാല അടിക്കുന്ന സമയത്ത് ദ വൈൽഡ് ഫോംസ്, അതിൻ്റെ ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് എവ്രി വൺ, തിരമാലകൾ ഇഷ്ടപ്പെടാത്ത ആളുകളില്ല. ഹൗ ഇറ്റ് ഈസ് ഇവോക്കിംഗ് എന്താണ്? ഹാപ്പിനെസ്. ഗ്ലീ മീൻസ് ഹാപ്പിനെസ്. ഹൗ ഇറ്റ് ഈസ് ഇവോക്കിംഗ് ഹാപ്പിനെസ് ഇൻ ദ പീപ്പിൾസ് ഹാർട്ട്സ്. സോ ഓൾ ടുഗെദർ ഫിഷർമെന്നെ സംബന്ധിച്ചിടത്തോളം it is this adventurous journey that they are going to embark, it is going to be very all the more beautiful and thrilling എന്നുള്ളതാണ് മനസ്സിലാക്കുക. We will suddenly have a short analysis of the poem. Several themes നമുക്ക് ഈ പോമിൽ കാണാം. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ മാൻ ആൻഡ് നേച്ചർ അല്ലേ. മാൻ ആൻഡ് നേച്ചർ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു ബോണ്ടിനെ കുറിച്ചാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിഷർമെന്നും നാച്ചുറൽ വേൾഡും എത്രമാത്രം ഇൻ്റർ കണക്റ്റഡ് ആണ്. വിത്തൗട്ട് നേച്ചർ ഹ്യൂമൻ ബീങ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഒരു കണക്ഷൻ ആണ് ആക്ച്വലി ദ പോയറ്റ് ഇസ് ട്രൈങ് ടു ടെൽ us. It is portraying the sea as both a source of sustenance and also a companion. ഈ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയുടെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് തന്നെ എന്താണ്? സീ ആണ്. അവരുടെ ഉപജീവന മാർഗം അതാണ്. അതേപോലെ ദ സീ ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ കമ്പാനിയൻ. വളരെ എന്താണ്? കോമ്രേഡ് എന്നാണ് പറയുന്നത്. കോമ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാനിയൻ അല്ലേ. വളരെ മനുഷ്യരെ പോലെ തന്നെ പ്രകൃതി മനുഷ്യൻ്റെ എന്താണ്? ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനായിട്ട് യു കുഡ് സീ ഹിയർ. Next theme that you have to understand in this poem is courage and adventure. Throughout the poem you could see that ഫിഷർമാൻ്റെ ഒരു ഫിയർലെസ് സ്പിരിറ്റാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആസ് ദേ എംബ്രേസ് ദ ചലഞ്ചസ് ഓഫ് ദ സീ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ദ ഫിഷർമെൻ കമ്മ്യൂണിറ്റി, ഹൗ ദേ ഹാവ് ബീൻ വർക്കിംഗ് ഡ്യൂറിങ് ദ ഫ്ലഡ് പീരിയഡ് ഇൻ കേരള ആൻഡ് ഓൾ. അപ്പോൾ ഇത്രയും അഡ്വെഞ്ചറസ് ആയിട്ട് ടെക്നോളജിക്കലി ഇത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പോലും സീ ഇസ് ഓൾവേസ് സംതിങ് ദറ്റ് we are afraid of. However we enjoy it, going deeper into it എന്ന് പറയുന്നത് നമുക്ക് വളരെ ഭയമുള്ളൊരു സംഗതിയാണ്. സോ ഈ ഫിഷർമെന്നിൻ്റെ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റിൻ്റെ ഒരു സെലിബ്രേഷനാണ് ആക്ച്വലി വി ആർ സീയിങ് ഇൻ ദിസ് പോം. നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്രീഡം ആൻഡ് കോൾ ടു ആക്ഷൻ. സോ ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് ഈ ഫിഷർമെന്നിൻ്റെ ഒരു ഫിഷിംഗ് ജേർണി എന്നുള്ളതിനേക്കാൾ ഉപരി അത് ആക്ച്വലി അതൊരു അലിഗറിയാണ്, എലിഗോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻറ്റിൻ്റെ ഒരു പീരിയഡിൽ എഴുതിയിരിക്കുന്ന ഒരു പോം ആയതുകൊണ്ട് തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് ദാറ്റ് ഓഫ് ദ ഐഡിയ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആൻഡ് ദ ഹൗ വി ഹാവ് ടു ഫൈറ്റ് അഗെൻസ്റ്റ് ദ ബ്രിട്ടീഷ് രാജ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. സോ ഈ ഒരു poem is actually, it has to be considered as എന്താണ് an allegory to this also. It is encouraging people, ആളുകളോട് പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, it is time to rise up and take action എന്നുള്ളത്. Next one is community and brotherhood. The poem is emphasizing the unity among the fishermen അല്ലേ. ഞാൻ എൻ്റെ പണി നോക്കി പോവട്ടെ എന്നല്ലല്ലോ. ഇറ്റ് ഈസ് കോളിംഗ് ദി അതർ പീപ്പിൾ ഓൾസോ. ഈച്ച് വൺ ഹാസ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ആൻഡ് ഇറ്റ് ഹൈലൈറ്റ്സ് ദെയർ ഷെയർഡ് പർപ്പസ് ആൻഡ് മ്യൂച്വൽ റിലയൻസ് അല്ലേ. ദേ ആർ വർക്കിംഗ് ആസ് എ ഗ്രൂപ്പ്, ഒരു യൂണിറ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. സോ ദെർ ഈസ് എ കോമറേഡ്ഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ദ നേച്ചർ ആൻഡ് ദ ഹ്യൂമൻ ബീയിങ്സ്.
പോയറ്റിക് ഡിവൈസസ് ഉണ്ട് പോമിൽ യൂസ് ചെയ്തിട്ടുള്ള പെർസോണിഫിക്കേഷൻ ഉണ്ട് മെറ്റഫർ അലിറ്ററേഷൻ ഇമേജറി ആൻഡ് ഓൾസോ റെപ്പിറ്റേഷൻ പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യു ആർ യൂസിങ് ദ ഹ്യൂമൻ ക്വാളിറ്റീസ് അത് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയും വിൻഡ് ലൈസ് എ സ്ലീപ്പ് എന്ന് പറയുമ്പം സ്ലീപ്പ് ചെയ്യാനാണ് നോർമലി ഇറ്റ് ഈസ് ഹ്യൂമൻ ബീങ്സ് സോ അങ്ങനെ പെർസോണിഫിക്കേഷൻസ് യു കുഡ് സീ ഹൗ ദ സീ ഈസ് കമ്പയർഡ് ആസ് ദ മദർ ആൻഡ് ഓൾ ദോസ് തിങ്സ് then you have the metaphor leaping wealth of the tide എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ആക്ച്വലി compares the wealth of the tide എന്നുള്ളത് ആക്ച്വലി depicts the abundance of the sea the sea will provide അല്ലേ മനുഷ്യർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നതാരാണ് സീ ആണ് സോ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ഗിവർ ആൻഡ് അബൻഡൻ്റ് ആയിട്ട് ഇറ്റ് ഹാസ് ദ റിസോഴ്സസ് എന്ന് കാണിക്കാനാണ് ദ ലീപ്പിംഗ് വെൽത്ത് ഓഫ് ദ സീ എന്ന് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് യു ഹാവ് ദി അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റെഗുലർ റിപ്പറ്റീഷൻ ഓഫ് ദ സിമിലർ സൗണ്ട്സിൻ്റെ റെപ്പിറ്റീഷൻ നമുക്ക് കാണാം അത് കോൺസണൻറ്റ് സൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ കോൺസണൻസ് എന്ന് വിളിക്കും വവൽ സൗണ്ട്സ് ആണെങ്കിൽ അസൊനൻസ് ASSONANC ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ് MA സ്റ്റുഡൻസ് ആണ് സോ ദാറ്റ് ഈസ് വൈ ഐ എം മൂവിങ് ക്വിക്ക്ലി അസൊനൻസ് എന്ന് പറയും ദെൻ യു ഹാവ് ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് പിക്ചേഴ്സ് ആണ് വേ യു ആർ ഏബിൾ ടു ക്രിയേറ്റ് മെൻ്റൽ പിക്ചേഴ്സ് ഇൻ യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു മെൻ്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ചില വാക്കുകൾ വായിക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത് വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ആണ് കിസ് ഓഫ് ദ സ്പ്രേ ലീപ്പിംഗ് വെൽത്ത് ഓഫ് ദ ടൈഡ് എന്നൊക്കെ പറയുന്നത് റെപ്പിറ്റേഷൻ കം എന്ന് പറയുന്നത് ഒരു റെപ്പിറ്റേറ്റീവ് ഒരു കോൾ യു കുഡ് സീ ഇൻ ദ പോം. So this is Coromandel Fishers by Sarojini Naidu, a very short poem. However, I have tried to brief it in a very brief manner. എന്നിട്ടും സമയം പോയിട്ടുണ്ട്. I know that. Just ഇത്ര മാത്രമേ ആ പോമിലുള്ളൂ but you have to write it in an elaborate manner. It is a very beautiful poem. Thank you.